നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട, മനസ്സിലായില്ലേ? നീ ഇങ്ങോട്ട് വന്നാൽ മതി. നീ എന്താ പണിയില്ലാന്ന് പറഞ്ഞ് നടക്കണം എപ്പോഴും, കൂലിയില്ല എന്നൊക്കെ. നീ എന്താ വീട്ടിൽ കെട്ടിയോടത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? പണിയില്ല, കൂലിയില്ല. നീ വലിയ വർത്തമാനമൊന്നും പറയാൻ നിൽക്കണ്ട, മനസ്സിലായില്ലേ? അങ്ങോട്ട് പറഞ്ഞത് കേട്ടാൽ മതിടാ, നീ ഇങ്ങോട്ട് പറയുന്നത് വേണ്ട. ഈ ഫോൺ വെച്ചിട്ട് 10 മിനിറ്റ് നീ ഇങ്ങോട്ട് വന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. എന്താ ഹരി രാവിലെ തന്നെ പ്രശ്നം? എന്ത് ചെയ്യണമെന്ന് ഈ കുരുത്തം കെട്ടം കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവുമോ? ആരാത്? കള്ളം കുടിച്ച് നടക്കുകയാണ് എപ്പോ നോക്കിയാലേ. നമ്മുടെ രാധയില്ലേ, എപ്പോ നോക്കിയാലും പണിക്ക് വരുന്ന അഡ്വാൻസ് വാങ്ങിയിട്ട് പോകും, എന്നാ പണിയോട്ട് വരൂല്ല. കെട്ടികളെ കൊണ്ട് പറഞ്ഞേക്കണതോ കൂലി കിട്ടില്ല അഡ്വാൻസ് വാങ്ങിച്ചത് അവർക്ക് അറിയൂ. ഇവൻ കുടി നിർത്താൻ വേണ്ടി എവിടെ പോയത് പറഞ്ഞു കേട്ടു. അതൊക്കെ 3-ാം ദിവസം തിരിച്ചു വന്നു. എവിടെ നന്നായി. അല്ല, ഇതിനിടയിൽ ഞാൻ വേറൊരു കാര്യം കേട്ടു. നമ്മുടെ മേട്ടുപ്പാളയം കിട്ടുത്തമ്പരം കോവിലില്ലേ, അവിടെ ഒരു വൈദ്യരുണ്ട്. ഇവന്റെ ഭാര്യ വൈദ്യരെ കണ്ട് കുടി നിർത്താൻ വേണ്ടിയിട്ട് ഇവൻ അറിയാതെ പഴത്തിനുള്ളിൽ ഒരു ഗുളിക വെച്ച് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 7 ദിവസം കഴിച്ചാൽ എത്ര വലിയ കുടികാരനാണെങ്കിലും കുടി നിർത്തുന്നതാണ് പറയുന്നത്. രാധ വരുന്നു. എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾ എവിടെയൊക്കെ തെരഞ്ഞുകൊണ്ട് നടക്കുന്നു? ഞാൻ എന്റെ വായിന്ന് വല്ലതും കേട്ടാ. എന്താണ്ട് രാധ ബനിയിലൊക്കെ കറ കാണണോ? അതിന് നീ വെറ്റില് മുറുക്കിയിട്ടില്ലല്ലോ. ഞാൻ വെറ്റില് മുറുക്കിയിട്ടില്ല. എന്റെ നേരെ വന്ന ആളില്ലേ, അയാൾ വെറ്റില് മുറുക്കിട്ട് പോയത്. നിന്റെ പനിയല്ല എങ്ങനെയാണ് ആവണത്? അതല്ലാന്ന് ഞാൻ അയാളെ കൊണ്ട് എവിടെ പോയിട്ട് വരുന്നു ചോദിച്ചു. അതിന് അയാളെ തൂത്തുക്കുടി പോയിട്ട് വരികയാണ്. നീ ഇങ്ങനെ കള്ളും വെള്ളം കുടിച്ച് നാട്ടുകാരുടെ മെക്കിട്ട് കയറിയാലേ ഒക്കെ കൂടി ഇതിന് പഞ്ഞിക്കിടില്ല. ചേട്ടാ, ഇന്ന് വരെ എന്റെ ദേഹത്ത് ഒരു മനുഷ്യൻ കൈവച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച പൊള്ളാച്ച ചന്തയിൽ പോയി പൊതിര് കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ. അത് തമിഴ്നാട്ടിൽ നിന്നല്ലേന്ന് ചേട്ടാ. അവര് തല്ലുന്നതൊക്കെ ഞാൻ എവിടെയും കൂടെ തടുത്തതാണ്. അതറിയാം നിങ്ങക്ക്. എന്നാലും മുഖത്ത് ചവിട്ടി നാം സമ്മതിക്കില്ല. ശരി, അതൊക്കെ പോട്ടെ രാധേ. ദിവസവും രാവിലെ വെറും വയറ്റില് ഓരോ പഴം കഴിക്കണമെന്ന് പറഞ്ഞു കേട്ടു. പഴം എങ്ങനെയുണ്ട്? പഴമൊക്കെ നന്നായിട്ടുണ്ട്, നല്ല മധുരവും. അതിൻ്റെ ഉള്ളിൽ കുരുവില്ലേ, അത് നല്ല കയ്പ്. ഞാനതിന് തുപ്പി കളഞ്ഞു.